ഹായ്, ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെയൊക്കെ വീട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പച്ചടി രൂപത്തിൽ കണ്ടിട്ടുള്ള ഒരു വെജിറ്റബിളാണ്, പച്ചടി ചെയ്തെടുക്കുന്ന വെജിറ്റബിളാണ് കോവയ്ക്കല്ല, വെള്ളരിക്ക. അപ്പോൾ ഈ വെള്ളരിക്ക വെച്ചിട്ട് പച്ചടി മാത്രമല്ല, മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പറ്റും. വെള്ളരിക്ക മാത്രം ഇട്ടിട്ട് കറി വെക്കാൻ പറ്റും, തേങ്ങ അരച്ച് കറി വെക്കാൻ പറ്റും. ഇത് സാമ്പാർ ചേർക്കാൻ പറ്റും, അവിയൽ ചേർക്കാൻ പറ്റും. ഇതല്ലാണ്ട് നമ്മൾ സലാഡ് വെള്ളരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞിട്ട് സലാഡിനകത്ത് ചേർക്കും. തലേന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് അരിഞ്ഞിട്ട് കൊണ്ടുവന്ന് കഴിക്കാൻ പറ്റും. കൂടാതെ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് നമ്മൾ കണ്ണിൽ കറുപ്പ് മാറാൻ വേണ്ടി കണ്ണിൽ എടുത്ത് വെക്കാറുണ്ട്. അത് കൂടാണ്ട് ഇതിൻ്റെ നീര് തേക്കാറുണ്ട് മുഖത്ത്. ഇതല്ലെന്നുണ്ടെങ്കിൽ മുഖത്തിന് നല്ല ഗ്ലേസിങ് ഉണ്ടാവാനായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെള്ളരിക്ക നീരും തക്കാളി നീരും തൈരും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞത് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ മുഖത്തിന് നല്ല തിളക്കമൊക്കെ ഉണ്ടാവും. നല്ല സൗന്ദര്യം വർധനവിന് ഏറ്റവും നല്ലൊരു മരുന്നായിട്ട്, അതൊരു മരുന്നല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളരിക്ക എന്ന് പറയുന്ന അത് ഫ്രൂട്ട്സ് അല്ല, ഒരു വെജിറ്റബിളാണ്. ഈ വെജിറ്റബിളിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഗുണം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇപ്പോൾ വീട്ടിൽ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെജിറ്റബിളിൻ്റെ കൂട്ടത്തിൽ വെള്ളരിക്ക ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ട് ചെറിയ പീസാക്കി പ്ലേറ്റിൽ കൊണ്ട് വെച്ചിട്ട് നമുക്കിരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ഗുണമുള്ള സാധനമല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതും കൂടി തോന്നല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വെള്ളരിക്കാൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച്, ആരോഗ്യഗുണങ്ങളെ കുറിച്ചുള്ള വീഡിയോയിലേക്ക് പോവാം. നമ്മൾ മലയാളികൾ സമൃദ്ധിയുടെ പ്രതീകമായിട്ടാണ് ഈ വെള്ളരിക്കായെ കാണുന്നത്. അതായത് നമ്മൾ വിഷുവിനൊക്കെയായാലും കണി വെക്കാനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ തേടിപ്പോകുന്നത് കണിവെള്ളരിയാണ്. ഇത് പോഷക സമ്പുഷ്ടമാണ്, ജലസമ്പുഷ്ടവുമാണ്. ധാരാളം ക്ഷാരഗുണം അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. ജലാംശം കൂടാതെ മാംസ്യം, കൊഴുപ്പ്, ധാതുക്കൾ, മഗ്നീഷ്യം, സൾഫർ, സിലിക്കൺ, ക്ലോറിൻ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ അമ്ലത കുറച്ച് രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നു. രക്തസമ്മർദ്ദം, മോണരോഗങ്ങൾ, ക്യാൻസർ എന്നിവകളെ തടയുന്നു. പെപ്റ്റിക് അൾസറിന് വെള്ളരിക്കാ നീര് 5 ഔൺസ് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ദിവസം 3-4 പ്രാവശ്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ പെപ്റ്റിക് അൾസർ മാറിക്കിട്ടും. പിന്നെ മുടിയുടെ വളർച്ച ദിവസവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൂടാറുണ്ട്. ഇനി കഠിനമായ മലബന്ധമുള്ള ഒരു ദിവസവും ഇത് കഴിച്ചാൽ അത് മാറിക്കിട്ടും. ഇനി വെള്ളരിക്കയുടെ നീര് മുഖത്ത് പുരട്ടിയാൽ മുഖക്കുരു മാറും, മുഖത്ത് നിറം കൂടുകയും ചെയ്യും. ഇനി മൂത്രതടസ്സമുള്ളവർക്ക് ഇതിൻ്റെ നീരെടുത്ത് അടിവയറ്റിൽ ലേപനം ചെയ്ത് കഴിഞ്ഞാൽ വേദനയില്ലാതെ തന്നെ ധാരാളമായി മൂത്രം പോകും. ഇനി മൂത്ര ചൂടുള്ളവർക്കാണെങ്കിൽ ഈ വെള്ളരിക്ക നീര് തേൻ ചേർത്ത് കഴിച്ചാൽ മതി. ഇത് കനം കുറയ്ക്കാൻ വേണ്ടി പലരും ഇത് വെള്ളരിക്ക നമ്മൾ പീസായിട്ട് വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ട്, പച്ചയ്ക്ക് തന്നെ. ഇതല്ലെന്നുണ്ടെങ്കിൽ വെള്ളരിക്ക ഇട്ട് കറി വെക്കാം, വെള്ളരിക്ക മെഴുക്ക് പുരട്ടാം, വെള്ളരിക്ക അവിയലിൽ ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ വെള്ളരിക്ക കൊണ്ട് സലാഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പിന്നെ കൂടാതെ ഈ വെള്ളരിക്കയുടെ നടുക്കുള്ള ആ ഭാഗം നമ്മൾ എടുത്തിട്ട് വട്ടത്തിലാക്കിയിട്ട് കണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ട് കണ്ണിൻ്റെ ഒരു ക്ഷീണവും ഡ്രൈനെസ്സും മാറാനും കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് മാറാനും ഇത് സഹായിക്കാറുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് അത് കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ളവർ അധികം നേരം ഇത് ചെയ്യാതിരിക്കുക. വളരെ കുറച്ച് സമയം മാത്രമേ അത് വെള്ളരിക്ക യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇനി മുതൽ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ.